സോ എൻ്റെ മരണം സംഭവിച്ചത് ഇങ്ങനെയാണ്. ദിസ് ഇസ് അവർ ഡൈഡ്. എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽപ്പെട്ട് പറ്റിയതാണ്. പക്ഷെ ഒന്നാലോചിച്ചപ്പോൾ ഇപ്പം വെച്ചാൽ ശരിയാവില്ലല്ലോ. കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, കുറച്ചുകൂടെ ഓടി തീർക്കാനുണ്ട്. ഇപ്പോൾ പോയി ശരിയാവില്ല. ഐ കാൺട്ട് ഡൈ റൈറ്റ് നൗ. എബിൻ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിലുള്ളത്. ഇനി എനിക്കിത് പറ്റില്ല. ലിയ, നീ പറയണൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കുന്നൊന്നല്ല. ഞാൻ നിയാസി കിടന്ന് വെച്ച് പൈസ ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിക്ക് എന്നെ തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലം. ഏത് നിയാസ്ക? അയാളോ? ഞാൻ നിന്നോടൊരു 150 തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കമ്പനി ഓടരുതെന്ന്. നീ പുള്ളിയുടെ കാര്യം വിടും, നീ നമ്മുടെ കാര്യം സംസാരിക്കും. ഡു യു ഈവൻ ഹിയർ യുവർസെൽഫ്? ഞാൻ എന്ത് പറയണ്ട തീരുമാനിക്കുന്നത് നീയാണോ? Just stop being the selfish. ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ നല്ല എൻ്റെ ലൈഫിൽ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് മനസ്സിലായോ? പക്ഷെ ഞാൻ ഇതുവരെ നിന്നോട് ഒരു കംപ്ലയിൻറ്റ് പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ നിന്നോട് പറഞ്ഞ ആസ് എ പാർട്ണർ എൻ്റെ കൂടെ നിൽക്കാൻ, അതിപ്പോൾ ഇമോഷണലി ആയാലും ഫിനാൻഷ്യലി ആയാലും, മനസ്സിലായോ? ഞാൻ ആകെ നിന്നോട് ചോദിക്കുന്നു യൂസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ദാറ്റ് ഐ ആം ഗോയിങ് ത്രൂ. എൻ്റെ ഒരു വേറെ മിനിമമാണ് നീ. ലിസൺ, കാര്യങ്ങളൊന്നും ഈസി അല്ല ഇപ്പോൾ, ബട്ട് ഐ വിൽ ഫിഗർ ദിസ് ഔട്ട്. ഓക്കെ, ഓൾ ഐ ആം ആസ്കിങ് ഈസ് സം ടൈം ടു ഫിക്സ് ഓൾ ദിസ് ആൻഡ് യു ടു അണ്ടർസ്റ്റാൻഡ് മൈ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ just give me some more time and fix everything and you are the shittiest person that I've ever seen. ഹലോ ഹലോ, ഇത് എബിനല്ലേ? അതെ. ഇന്ന് ഈവനിങ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ലേ? കൺഫർമേഷൻ ഒന്നും തന്നില്ല. ഇന്നോ നാളത്തേക്കല്ല സ്കെഡ്യൂൾ ചെയ്തിരുന്നത്? അത് ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തെന്ന് ഇൻഫോം ചെയ്യാൻ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചെക്ക് ചെയ്തില്ലേ? അയ്യോ, ഞാൻ ചെക്ക് ചെയ്തില്ല. എന്താണ് എബിൻ, ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളല്ലേ? ഇപ്പോൾ 4 മണിയായി, 5 മണിക്കാണ് ഇന്റർവ്യൂ. അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് 1 hour. ബി ഓൺ ടൈം ആൻഡ് ഓൾസോ പ്ലീസ് ഫോളോ ദ ഡ്രസ് കോഡ്. ഓക്കെ മാം, ഞാൻ ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നായിരുന്നു. ഓ, നമ്മൾ ഇന്നത്തെ സെക്ഷൻ ഓൾറെഡി വൈൻഡ് അപ്പ് ചെയ്തു. ചില സമയങ്ങൾ ഇങ്ങനെയായിരിക്കും. നമ്മൾ എത്രയൊക്കെ ഓടി എത്താൻ ശ്രമിച്ചാലും നമുക്ക് വേണ്ടതെല്ലാം നമുക്കെതിരെ തിരിയും. നോ മാറ്റർ ഹൗ ഹാർഡ് യു ട്രൈ, നോ മാറ്റർ ഹൗ ബാഡ് യു വാണ്ട് ദോസ് തിങ്സ് ഇൻ ലൈഫ്, എത്തേണ്ട സ്ഥലത്തിൻ്റെ ദൂരം എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ സംടൈംസ് ഐ വിഷ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിരുന്നില്ലെന്ന്, ലൈഫ് കുറച്ചുകൂടി ഈസി ആയിരുന്നില്ലെന്ന്. ഹലോ, നിയോജന ലക്ഷ്യം റെഡി ആയിട്ടുണ്ട്. താങ്ക് യു. ഒരു കാര്യം ചെയ്യ്,
നമ്മുടെ ഗോഡൗണിൻ്റെ പാർക്കിങ്ങിലേക്ക് വാ. ആ ഞാൻ തേവണം ലേറ്റ് ആവണ്ട. ശരി ശരി ഓക്കെ. നീ ചോദിച്ച 5 ലക്ഷം കയ്യിലുണ്ട്. നിനക്കൊരു മാസം സമയമുണ്ട് തിരിച്ചുതരാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ കോണാതിലെ പരിപാടിയാണ് ചെല്ലണ്ടല്ല. അറിയാമല്ലോ, വീട്ടിൽ കയറി തീർക്കിഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ സിറ്റുവേഷൻ കുറച്ച് മോശമായതുകൊണ്ടാണ്. ഇപ്രാവശ്യം കറക്റ്റ് ഒരു മാസത്തേക്ക് എത്തിച്ചേക്കാം. എന്നാ വിട്ടോ. ഓക്കെ താങ്ക് യു. പണ്ട് ഇതേപോലെ ഒന്ന് സഹായിച്ചപ്പോൾ ഇവൻ കുറേ ഇട്ട് വലിപ്പിച്ചതാണ് എന്നെ. ഇനിയും പണിന്തെങ്കിലും ഇങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് സമാധാനം കിട്ടൂല. നീ ഒറ്റ കഴിയൂലേ? ആയിക്കാ, എനിക്കൊരു 1 hour ടൈം താ, ഞാൻ വിളിക്കാം.
സോ 30 സെക്കൻഡ് മരിച്ചതിന് ശേഷം I decided to get up. കോട്ട് സൂട്ടൊക്കെ ഉണ്ടെന്നുള്ളൂല്ലേ? എന്നെ പോലെ പണിവാളിരിക്കാല്ലേ? ട്രബിൾ ഷൂട്ടർ ഓഫ് ലൈഫ്. നമുക്കെല്ലാവർക്കും തോന്നും ജീവിതം ഒരു മരണപ്പാച്ചിലാണെന്ന്, എന്തിനൊക്കെ വേണ്ടിയുള്ളൊരു ഓട്ടാണെന്ന്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളുടെ പുറകെയാവാം, ചിലപ്പോൾ പൈസയുടെ പുറകെയാവാം, ചിലപ്പോൾ പ്രണയത്തിൻ്റെ പുറകെയാവാം. എന്തിന്? നീ നിന്നെ തന്നെ തേടിയുള്ള യാത്രയിലാവും. എല്ലാം ഓടിക്കഴിഞ്ഞ് ശരിയായെന്ന് വെക്കുമ്പോഴായിരിക്കും അടുത്ത പണി വരുന്നത്. അവിടത്തെ എല്ലാം ശരിയാവുമെന്ന് നീ വിചാരിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നീ എവിടെ എത്തും എന്നുള്ളതിലുള്ള മോനെ കാര്യം. ഈ ജീവിതം എന്ന് വെച്ചാൽ ഒരു ഓട്ടാടാ, അതിലല്ലടാ ഒരു ത്രില്ലുള്ളൂ. ഈ ഓട്ടവും വീഴ്ചയും ഇതൊക്കെയാടാ മോനെ ജീവിതം. ഇപ്പം നീ ഓടിത്തുടങ്ങിയ നീ രക്ഷപ്പെടും, ഇല്ലേ? ഞാൻ ഓട്ടം നിർത്തിയ പോലെ നീ നിർത്തിയ ഞാനിരിക്കണ പോലെ ഇരിക്കേണ്ടി വരും. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. നീ ഓടാൻ പറ്റണ അത്ര ഓടണം മോനെ. ബാക്കിയൊക്കെ വരണോടുത്ത് വെച്ച് കാണടാ. ചിലപ്പോൾ പുള്ളി പറഞ്ഞ പോലെ എപ്പോഴാണ് എവിടെ വരാണെന്ന് അറിയില്ലെങ്കിലും, എന്തൊക്കെ പ്രശ്നം ജീവിതത്തിലുണ്ടെങ്കിലും ഒത്തിരി ചിരി ഒട്ടിച്ച് വെച്ചിട്ട് ജീവിതത്തിൽ നമുക്ക് വേണ്ടതിൻ്റെ പുറകെ എത്ര വേണമെങ്കിലും ഓടാൻ തയ്യാറാണെങ്കിൽ I think that's a you freaking win in life.